നമ്മള് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിസിനസ്സിലെ അല്ലെങ്കിൽ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? കസ്റ്റമർ ഈസ് ദ കിങ്, ഈസ് ദ കിങ് അല്ലേ? പലയിടത്തും നമ്മൾ വായിച്ചിട്ടില്ലേ? ചിലയിടത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, കസ്റ്റമർ ഈസ് ദ കിങ് എന്നൊക്കെ. ഈ ബിസിനസ് നടത്തിയിട്ട് പൊട്ടിപ്പോയവരോട്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നവരോട് ചോദിക്കണം, കസ്റ്റമർ ബിസിനസ്സിലെ രാജാവാണ് എന്ന്. ശരിയായ ഉത്തരം കിട്ടും, അല്ല, കസ്റ്റമർ ഈസ് നോട്ട് ദ കിങ്. ബിസിനസ്സിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, ആൻഡ് ദാറ്റ് കിങ് ഈസ് പ്രോഫിറ്റ്. കുറെ കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, കുറെ രാജാക്കന്മാര് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ ലാഭമില്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ കാര്യം? അതുകൊണ്ട് എന്തോ ഗുണം? ബിസിനസ്സിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, ദാറ്റ് ഈസ് പ്രോഫിറ്റ്. യെസ്, പ്രോഫിറ്റ് ഈസ് ദ കിങ്. പ്രോഫിറ്റ് ആണ് ബിസിനസ്സിലെ ഒരേ ഒരു രാജാവ്. അപ്പോ എന്താണ് വെബിനാർ എന്ന് സെൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ഈ ടോപ്പിക്കിൽ, പ്രോഫിറ്റ് ഈസ് ദ കിങ് എന്ന ടോപ്പിക്കിൽ ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം, 1 ഡേ ബിസിനസ് കോച്ചിങ്, ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബിസിനസ് 1 ഡേ പ്രോഗ്രാം നമുക്ക് ഫെബ്രുവരി 25 ഫെബ്രുവരി 25 സാറ്റർഡേ, ശനിയാഴ്ച. ഈ പ്രാവശ്യം നമ്മൾ കാലിക്കറ്റാണ്, എല്ലാ പ്രാവശ്യവും നമ്മൾ കൊച്ചിയാണ്, പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കാലിക്കറ്റാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. ഫെബ്രുവരി 25 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നമ്മുടെ താജ് ഗേറ്റ് വേയിൽ വെച്ചിട്ടാണ്, കാലിക്കറ്റ് താജ് ഗേറ്റ് വേയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം വരുന്നത്. ഇതേ പ്രോഗ്രാം തന്നെ നമ്മൾ ദുബൈയിലുണ്ട്. ദുബൈയിൽ വരുന്നത് മാർച്ച് 4 അതിന്റെ അടുത്ത ശനിയാഴ്ച, അതും സാറ്റർഡേ തന്നെയാണ്. അത് വരുന്നത് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ്, ദുബൈ, വേൾഡ് ട്രേഡ് സെന്റർ ദുബൈ, മാർച്ച് 4 രാവിലെ 9 മണിക്ക്. ഇത് ഫെബ്രുവരി 25 രാവിലെ 9 മണിക്ക് കാലിക്കറ്റിൽ താജിലും ദുബൈയിൽ വേൾഡ് ട്രേഡ് സെന്ററിലും. അപ്പൊ എന്താണ് ഈ പ്രോഗ്രാം? എന്തിനിതിൽ പങ്കെടുക്കണം? എന്ത് കിട്ടും ഇതിൽ പങ്കെടുത്താൽ? അങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് കാലിക്കറ്റിൽ, അവിടെ താജ് അറിയാവുന്നവർക്കറിയാം, അവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 130 to 150 ആണ് അവിടുത്തെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാലിക്കറ്റിലേക്ക് 100 രജിസ്ട്രേഷൻ കഴിഞ്ഞു. ദുബൈയിൽ നമുക്ക് അവിടെ ഉള്ള സീറ്റ് അവൈലബിലിറ്റി 65 ആണ്, അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 15 കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വെബിനാർ? അപ്പൊ ഇത് ഞാൻ ശ്രീനിലിനോട് ചോദിച്ചു, ഇപ്രാവശ്യം വെബിനാർ വേണോ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ ആദ്യം വേണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ച ഒരു കാര്യം, ഈ പഠിപ്പിക്കുന്നവർ തന്നെ അതൊന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ലതാണ്. അതായത് ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ വെബിനാർ കാണാനിരിക്കുന്നത് കേവലം ഒരു പ്രസന്റേഷൻ ആയിട്ട്, ഒരു സെയിൽസ് പിച്ച് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുപേരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണരുത്. നിങ്ങൾ ഇതിനെ ഒബ്സർവ് ചെയ്യുക. എങ്ങനെയാണ് ഒരു സെയിൽസ് പിച്ച് നടത്തേണ്ടത്? ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പിച്ച് ചെയ്യണം? അതിൻ്റെ അകത്തെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് എങ്ങനെ പറയണം? നമ്മളുടെ കസ്റ്റമേഴ്സിനെ, ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യണം? അവർ ചോദിക്കുന്ന സംശയങ്ങൾ എങ്ങനെ അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കണം, ക്ലാരിഫൈ ചെയ്യണം? ഒബ്ജെക്ഷൻസ് അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യണം? ഹൗ ടു ടേക്ക് എ ഗുഡ് പ്രസന്റേഷൻ? സെയിൽസ് പിച്ച് എങ്ങനെയായിരിക്കണം? പ്രൈസ് പ്രസന്റേഷൻ എങ്ങനെയായിരിക്കണം? പ്രൈസ് ഓഫർ എങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യുന്നത്? അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതല്ലാതെ ഈ വെബിനാറിൽ കൂടി ഞാൻ ഒരുപാട് സെയിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സെയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ അല്ല നമ്മുടെ വെബിനാർ തുടങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപഠിക്കുക. ഒരു സെയിൽസ് പിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. പ്രോഫിറ്റ് ഇസ് ദ കീ. എന്താണ് ബിസിനസ്സിലെ പ്രോഫിറ്റ്? ബിസിനസ്സിൽ നമുക്ക് കുറച്ച് റവന്യൂ വരുന്നു. റവന്യൂ എന്താ? വരുമാനം കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചെലവും ഉണ്ടാകുന്നു.
എന്ത്? ഇത് വരുമാനമാണ്, ഇത് നമ്മുടെ ചെലവാണ്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. യെസ്, എന്താണ് പ്രോഫിറ്റ്? വരവ് മൈനസ് ചെലവ്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആ ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു പ്രോഫിറ്റിനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്, മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്? ഇത് റവന്യൂ ആയിരുന്നു, നമുക്ക് പ്രോഫിറ്റ് കൂട്ടണം. അതിനെന്ത് വേണം? റവന്യൂ കൂടണം. എന്ത് വേണം? റവന്യൂ കൂടണം. അതോടൊപ്പം എന്ത് കുറയണം? കോസ്റ്റ് കുറയണം. ചെലവ് കുറയ്ക്കുകയും വേണം, വരുമാനം കൂട്ടുകയും വേണം. അങ്ങനെ വരുമ്പോ ഇവിടെ ഇത്രയുണ്ടായിരുന്ന പ്രോഫിറ്റ് ഇവിടെ എത്തുമ്പോ എന്തായി? ഇത്രയായിട്ട് മാറും പ്രോഫിറ്റ്. യെസ്. സോ ഈ പ്രോഫിറ്റ് ഇങ്ങനെയാക്കി മാറ്റാൻ നിങ്ങൾ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബിസിനസ് യു ആർ ഇൻ ടു, നിങ്ങൾ ഏത് ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റും സർവീസും വിൽക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ വരുമാനം കൂടുകയും ചെലവ് കുറയുകയും ചെയ്താൽ പ്രോഫിറ്റ് കൂടും. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ 1 ഡേ പ്രോഗ്രാമിൽ പഠിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ നമ്മളുടെ വരുമാനം കൂട്ടാം, എങ്ങനെയൊക്കെ നമ്മുടെ ചെലവ് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ബിസിനസ്സിനെ 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സ്റ്റേജ് 1. സ്റ്റേജ് 1ൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു ബിസിനസ് ഐഡിയ കിട്ടി. ഈ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ആ ഐഡിയ പിച്ച് ചെയ്യുന്നു. പിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കം വേണ്ടത്, യു ഹാവ് ടു അട്രാക്ട് കസ്റ്റമർ. യെസ്, നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ വേണം. യു ഹാവ് ടു അട്രാക്ട് കസ്റ്റമർ. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? സെയിൽസ് വേണം, റൈറ്റ്? ഇവിടെ പ്രോസ്പെക്റ്റിംഗ് കൃത്യമായിട്ട് നടക്കണം. എന്ത് വേണം? പ്രോസ്പെക്റ്റിംഗ്. പ്രോസ്പെക്റ്റിംഗ് എന്താ? ഫൈൻഡിങ് സംവൺ വില്ലിംഗ് ടു ബൈ. നമ്മളുടെ ആ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുക, അതാണ് പ്രോസ്പെക്റ്റിംഗ്. അപ്പോൾ സ്റ്റേജ് 1ൽ ആദ്യം ചെയ്യേണ്ടത് അട്രാക്ട് കസ്റ്റമർ. ദെൻ നമുക്ക് വേണ്ടത് എന്താ? വന്ന് കയറിയ, ഇപ്പോ നമ്മൾ അട്രാക്ട് ചെയ്ത കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതെന്താ റീറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവരെ കൊണ്ട് റീപർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റണം. വീണ്ടും വീണ്ടും ഇവര് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പൊ ഒന്നെന്താണ്? യു ഹാവ് ടു അട്രാക്ട് കസ്റ്റമർ. 2, യു ഹാവ് ടു റീറ്റെയിൻ ദം. അപ്പൊ നമുക്കിപ്പോ 2 സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഒന്ന്, പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നിലവിലുള്ള കസ്റ്റമേഴ്സ് വീണ്ടും നമ്മളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് 3ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. 3ാമത്തെ സ്റ്റെപ്പിൽ എന്താ? മാക്സിമം നമ്മൾ നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റണം, മാക്സിമം ആളുകളെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. സോ സ്റ്റെപ്പ് നമ്പർ 3 ഈസ് മാക്സിമൈസേഷൻ. എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാക്സിമം പ്രോഫിറ്റ് ഇവിടെ നിന്നെടുക്കുക. ഇതാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇവിടെ എന്താ വരുന്നത്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന പ്രോസ്പെക്റ്റിംഗ്, കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്ന റീപർച്ചേസ്, അല്ലെങ്കിൽ റെക്കറിംഗ് റവന്യൂ മോഡൽ. എന്തായാലും പറയുന്ന പേര് റെക്കറിംഗ് റവന്യൂ. എന്താ റെക്കറിംഗ് റവന്യൂ? വന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വീണ്ടും 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 പേയ്മെന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മോഡലിന് പറയുന്ന പേരാണ് റെക്കറിംഗ് റവന്യൂ മോഡൽ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് റെക്കറിംഗ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സിൽ? എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? അതുവഴി എങ്ങനെ നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും? യെസ്, സ്റ്റേജ് 1 ഇതാണ്. സ്റ്റേജ് 2ലേക്ക് പോയി കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായി. ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. അടുത്ത സ്റ്റേജ് എന്താണ്? യു ക്യാൻ സിസ്റ്റമൈസ് യുവർ ബിസിനസ്. എന്ത് ചെയ്യണം? ബിസിനസ്സിൽ ഇപ്പൊ നമുക്ക് കസ്റ്റമർ വരുന്നുണ്ട്, റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ പ്രോഫിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ബിസിനസ്സിൽ സിസ്റ്റം ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? സിസ്റ്റം. നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ബിസിനസ്സിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത്. വലിയ ടോപ്പിക്കാണത്. അപ്പോ നമ്മള് ക്യാപിറ്റൽ ഫണ്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള പൈസ എടുത്തിട്ടല്ല നമ്മുടെ ബിസിനസ്സിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. മറിച്ച് പ്രോഫിറ്റ് എവിടെ നിന്നുള്ള പ്രോഫിറ്റ്? പുതിയ കസ്റ്റമറെ കണ്ടെത്തി അവർക്ക് വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കൊണ്ട് വീണ്ടും പീഡിപ്പിക്കുമ്പോൾ മാക്സിമൈസ് ചെയ്ത പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ പ്രോഫിറ്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ബിസിനസ്സിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ. ആൻഡ് ദാറ്റ്സ് സ്റ്റെപ്പ് നമ്പർ 4. എന്ത് ചെയ്യും? സിസ്റ്റമൈസ് ചെയ്യും. എന്ത്?
കസ്റ്റമറെ പിടിക്കുന്ന പരിപാടിയും റീറ്റെയിൻ ചെയ്യുന്ന പരിപാടി, മാക്സിമം പ്രോഫിറ്റ് അവരിൽ നിന്ന് എടുക്കുന്ന പരിപാടി നമ്മൾ എന്താക്കും, സിസ്റ്റമാറ്റിക് ആക്കും. അങ്ങനെ സിസ്റ്റമായി കഴിയുമ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 നമ്മൾ കടക്കും. എന്താ അവിടെ ചെയ്യേണ്ടത്? ഡെലിഗേഷൻ. എന്താണ് ഡെലിഗേഷൻ? ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ഈ സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട്, മാമയുടെ മോനെ വെച്ചിട്ട്, കുഞ്ഞമ്മയുടെ മോനെ വെച്ചിട്ട്, നമ്മുടെ കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട്, അവരുടെ സ്കില്ലൊന്നും നോക്കിയിട്ടല്ല നമ്മൾ കൂടെ കൂട്ടിയത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നോക്കിയിട്ട്, ഏറ്റവും കുറഞ്ഞ സാലറി ഒക്കെ നോക്കിയിട്ട്, നമുക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ളവരെ നോക്കിയിട്ട്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള നമ്മുടെ പരിചയക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഈ സ്റ്റേജിൽ കാര്യങ്ങൾ നടന്നത് എങ്കിൽ, സ്റ്റേജ് 2 നിങ്ങൾക്ക് പോകണമെങ്കിൽ ഈ കുഞ്ഞമ്മയുടെ മോൻ പറ്റത്തില്ല. കുഞ്ഞമ്മയുടെ മോനെ കൊണ്ടുപോകാം ഇഫ് ഹി ഈസ് പ്രൊഫഷണൽ. ആരാണ് പ്രൊഫഷണൽ? എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാളിന്റെ മേൽനോട്ടം ഇല്ലാതെ അവൻ ചെയ്യേണ്ട ജോലി ചെയ്യുന്നവരാണ് പ്രൊഫഷണൽ. ഇവരുടെ പ്രത്യേകത എന്താ? ഒരാൾ പിന്നിൽ നിന്ന് ചവിട്ടിക്കൊണ്ടിരിക്കണം, ഇത് ചെയ്യ്, ഇത് ചെയ്യ്, ഇത് ചെയ്യ്. പ്രൊഫഷണലിന്റെ പ്രത്യേകത എന്താ? അവർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവരോട് നമ്മൾ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ലൈക്ക് സാലറി, മറ്റു ബെനിഫിറ്റ്സ്, ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് കൊടുക്കാമെങ്കിൽ അവൻ ചെയ്യേണ്ട ജോലി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊഫഷണൽസ് ഇവർക്ക് ഈ കൊടുക്കുന്ന സാലറി ഒന്നും പോരാ, ഇവർക്ക് ഹൈ സാലറി കൊടുത്ത്, ഹൈ ഫെസിലിറ്റീസ് കൊടുത്ത് കൂടെ നിർത്തേണ്ടതായിട്ട് വരും. അപ്പോ സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 2 നിങ്ങൾക്ക് പോകണമെങ്കിൽ പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് ഈ സിസ്റ്റം റൺ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ ബിസിനസ് ഏകദേശം ഒന്ന് സെറ്റായി വരും. ഇവിടെയാണ് നമ്മുടെ സ്റ്റേജ് 3 ആരംഭിക്കുന്നത്. സ്റ്റേജ് 3 നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് എന്തൊക്കെയായി? നമ്മൾ അട്രാക്ട് ചെയ്തു, റീറ്റെയിൻ ചെയ്തു, മാക്സിമം പ്രോഫിറ്റ് എടുത്തു, ആ പ്രോഫിറ്റ് വെച്ച് സിസ്റ്റം ആക്കി, അത് വെച്ച് ഡെലിഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മാറി നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ചില പ്രോസസ്സുകൾ അല്ല ചില കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളോ നമ്മുടെ ടീമോ ഒക്കെ ഈ സിസ്റ്റം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ 6ാമത്തെ സ്റ്റെപ്പ് കൊണ്ടുവരും. എന്താണെന്നറിയോ? മനുഷ്യനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഓട്ടോമേറ്റ് ചെയ്യും. എന്ത് കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളെയൊക്കെ കമ്പ്യൂട്ടറിനെ ഏൽപ്പിക്കും, മെഷീനെ ഏൽപ്പിക്കാൻ ചെയ്യാനായിട്ട്. അതിന്റെ പേരാണ് ഓട്ടോമേഷൻ. എന്താണ് ഓട്ടോമേഷൻ? എന്താ ഈ ഓട്ടോമേറ്റ് ചെയ്യുന്നത്? എന്ത് കാര്യം റിപ്പീറ്റഡ് ആയിട്ട് മനുഷ്യർ ചെയ്യേണ്ടി വരുന്നു. മനുഷ്യൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഒരു ദിവസം ഒരു മനുഷ്യന്റെ തോട്ട് എന്ന് പറയുന്നത് 35,000 തൊട്ട് 60,000 ചിന്തകളാണ് അവന്റെ തലയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന് ചിന്തിക്കാൻ 100,000 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, പക്ഷെ മെഷീന് നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ കൂടി തന്നെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ മനുഷ്യന്റെ ചിന്തകൾ മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഓട്ടോമൈസ് ചെയ്യണം. ഓട്ടോമൈസ് ചെയ്ത് ഇപ്പോ നമുക്ക് പ്രൊഫഷണൽസായി, സിസ്റ്റമായി, ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ്ലി ഓട്ടോമൈസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ട്. മനുഷ്യനും വെച്ചിട്ട് പ്ലസ് ഓട്ടോമേഷനും കൂടെ കൊണ്ടുവരുന്ന, മനുഷ്യനും മെഷീനും കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റവും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ് എക്സ്പാൻഷൻ. എന്താണ് എക്സ്പാൻഷൻ? ഇതിന്റെ ഒരു കഥ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒക്കെ നാട്ടിൽ ഇപ്പോൾ ഉള്ള മെക്ഡൊണാൾഡ്സ്, മെക്ഡി ആദ്യം ചെയ്തു, അത് അവര് ഇറക്കി, ആ ബർഗർ ഇറക്കി, ഹാൻബർഗർ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ ഹാംബർഗറിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവുന്നു. അപ്പൊ ആളുകളെ ഇവർ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ആ അട്രാക്ട് ചെയ്തിട്ട് പുതിയ കസ്റ്റമർ വരുന്നതിനോടൊപ്പം ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും അത് മേടിക്കാനായിട്ട് വരുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തു? അത് കുറച്ചുകൂടെ വെറൈറ്റി ഒക്കെ കൊണ്ടുവന്നു, മാക്സിമം പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ അകത്ത് പതുക്കെ സിസ്റ്റം കൊണ്ടുവരാൻ തുടങ്ങി, പ്രൊഫഷണൽസിനെ കൊണ്ടുവരാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ മനസ്സിലായി, മനുഷ്യൻ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ബർഗറിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് അവർ മെഷീനെ വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കിക്കാൻ തുടങ്ങി. മെഷീൻ വന്നിട്ട് പല ജോലിയും ചെയ്യാൻ തുടങ്ങി. മനുഷ്യനും മെഷീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓട്ടോമേസ്ഡ് സിസ്റ്റം അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇപ്പോ 38,600 പരം ബ്രാഞ്ചസ് ഓൾ അറൌണ്ട് ദ വേൾഡ് മെക്ഡിക്കുണ്ട്. അത് ഞാനിപ്പോ യൂറോപ്പിൽ പോയപ്പോഴും, ആഫ്രിക്കയിൽ പോയപ്പോഴും, ഇന്ത്യയിൽ വരുമ്പോഴും, ഈ മിഡിൽ ഈസ്റ്റിൽ ദുബൈയിൽ ഇപ്പൊ നിൽക്കുമ്പോഴും എവിടെ നിന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റ് ആണ്. എന്തുകൊണ്ടാ?
അവരുടെ ഏത് പ്രൊഡക്റ്റ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി നമ്മൾ കഴിച്ചാലും ഒരേ ടേസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? അവർ ഈ പ്രോസസ്സിൽ കൂടി കടന്നു വന്ന് അതിനെ സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് then they expanded with profit. പ്രോഫിറ്റോട് കൂടി എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതൊരു വേൾഡ് വൈഡ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? ഒരിടത്ത് ചെയ്യുന്ന കാര്യം അടുത്തടുത്ത് ചെയ്താലും സെയിം റിസൾട്ട് വരുന്നതിന് പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ. അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആക്കി മക്ഡിയെ മാറ്റി കഴിഞ്ഞപ്പോൾ അതെന്തായി? ഒരു സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി ബിസിനസ് മോഡലായിട്ട് മാറി. അപ്പോ നമുക്ക് പല ബിസിനസ് മോഡൽസ് ഉണ്ട്. വാട്ട് എവർ ഏത് ബിസിനസ് മോഡലിലേക്ക് പോകണമെങ്കിലും ഇനി നിങ്ങളുടെ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നിരിക്കട്ടെ. അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, നമ്മൾ ഈ താലോലിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന, പടുത്തുയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ കട അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, അത് എന്ത് മേഖലയിലും ആയിക്കോട്ടെ, എന്റെ ചോദ്യം ഇതാ, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അടുത്ത തലമുറ ഇതിലേക്ക് വരുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇപ്പൊ ഞാൻ ഇവിടെ കിങ് മേക്കർ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് അക്കാഡമി പടുത്തുയർത്തിയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഉറപ്പില്ല എന്റെ മക്കള് പപ്പുണ്ണിയോ കുഞ്ഞൂട്ടനോ അത് ഏറ്റെടുക്കുമെന്നോ, അവർക്ക് ഈ മേഖലയിൽ താല്പര്യം ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടം എത്തുമ്പോൾ ഇതിന് റെലവൻസ് ഉണ്ടാകുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ എന്തിനായിരിക്കണം ഒരു കമ്പനി വളർത്തിക്കൊണ്ടുവരുന്നത്? ദർ ഷുഡ് ബി എ പർപ്പസ്. നമ്മളുടെ ബിസിനസിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഒരു ബിസിനസ്സുകാരന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ പർപ്പസ് എന്താണെന്ന് അറിയോ? എന്താ? ആ ബിസിനസിനെ വിൽക്കാൻ പറ്റണം. എന്താ? യെസ്, ഞാനൊരു ബിസിനസ് സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുന്നു. എന്റെ അടുത്ത തലമുറയ്ക്ക് അത് ഏറ്റെടുക്കാൻ ഉള്ള താല്പര്യം ഉണ്ടോ? അല്ലെങ്കിൽ അവരെ എന്തിനാ പ്രഷർ ചെയ്ത് കൊണ്ടുവന്ന് എന്റെ ഇഷ്ടത്തിലേക്ക്? ഇത് എന്റെ പാഷനാണ്, ഞാൻ അതിലൊരു മണി മേക്കിംഗ് മോഡൽ കണ്ടുപിടിച്ച് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞ് എന്റെ മക്കളെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. എനിക്ക് എന്ത് ചെയ്താൽ മതി? ഞാൻ ഇവിടെ തുടങ്ങിയതാണ് കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ, അത് കഴിഞ്ഞ് റീറ്റെയിൻ ചെയ്യാൻ, അത് കഴിഞ്ഞ് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ, സിസ്റ്റം ഉണ്ടാക്കാൻ, ഡെലിഗേറ്റ് ചെയ്യാൻ, അത് കഴിഞ്ഞ് ഓട്ടോമേറ്റ് ചെയ്യാൻ. ഇത് ചെയ്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലബിൾ ബിസിനസ് സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരുപാട് കമ്പനികൾ, ഒരുപാട് പൈസയുള്ള ആളുകൾ വരും. എന്തിനാണെന്നറിയോ? എന്റെ കമ്പനി ഏറ്റെടുക്കാൻ. യെസ്, അത് വിറ്റ് കാശാക്കുക. ഒരു തെറ്റുമില്ല. നമുക്ക് പ്രൊഡക്റ്റും സർവീസും മാത്രം വിറ്റ് കിട്ടുന്നതല്ല ബിസിനസ്സിലെ പ്രോഫിറ്റ്. ആ ബിസിനസ് നമുക്ക് വിൽക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പൊ വിൽക്കാൻ പറ്റാത്ത? ഈ സിസ്റ്റം ഇല്ലാത്ത ഒരു ബിസിനസ്സും. ഈ കാശ് കൊണ്ടുവന്നിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവര് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ അവർ പൈസ ഇറക്കും, എക്സ്പാൻഡ് ചെയ്യാൻ അവർ പൈസ ഇറക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സ്റ്റേജ് കംപ്ലീറ്റ് ആക്കി വെക്കുന്ന ബിസിനസ്സുകളെ ഏറ്റെടുക്കാൻ ലോകത്ത് ഒരുപാട് കാശുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ അവർക്ക് കൃത്യമായിട്ട് കാണണം എങ്ങനെയാണ് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ജനറേറ്റിംഗ് മോഡൽ, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് റെക്കറിംഗ് റവന്യൂ ഉണ്ടാകുന്നത്, ഇതിൽ മാക്സിമം പ്രോഫിറ്റ് എന്ത് വരും, എങ്ങനെയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു വെള്ള പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് ഓൺ പേപ്പറിൽ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ദിസ് ഈസ് മൈ ബിസിനസ് മോഡൽ എന്ന്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ബിസിനസ്സിനാണ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റ് വലിയ കമ്പനികൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ കമ്പനിയെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ബിസിനസിന്റെ അകത്ത് സിസ്റ്റം ഉണ്ടാകണം, പ്രൊഫഷണൽസ് ഉണ്ടാകണം, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അവരെ കാണിച്ചു കൊടുക്കണം, മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോ ഈ ഒരു 7 സ്റ്റേജിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ഒരു സർക്കിൾ പൂർത്തിയാക്കുന്നത്. ഒരു സർക്കിൾ. 1 മിനിറ്റ് സമയം ഞാൻ തരാം. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നു? ഏത് സ്റ്റേജിൽ, ഏത് സ്റ്റെപ്പിൽ നിൽക്കുന്നു? അടുത്തത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? 1 മിനിറ്റ് സമയം. ജസ്റ്റ് തിങ്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. പേപ്പറിലോട്ട് എഴുതണേ. ഞാനിപ്പോ എവിടെയാണ്? ഇനി ഒരു ഹോംവർക്ക് തരാം. ഹോംവർക്ക് ഇതാണ്. നിങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റഡ് ആകുമ്പോൾ, നമ്മുടെ ബിസിനസിന്റെ അകത്ത് ഒരുപാട് പ്രൊഡക്ട്സും സർവീസും ഒക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയുമോ?
നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ആ കടയിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്ന സാധനമല്ല ഒരു ബിസിനസ്സുകാരന്റെ പ്രൊഡക്റ്റ്. നമ്മുടെ കമ്പനിയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എന്താണ്? നമ്മുടെ കമ്പനിയാണ് ഒരു സംരംഭകനെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഡക്റ്റ്. എന്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരു കംപ്ലീറ്റഡ് വേർഷൻ എന്തായിരിക്കും? നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിന്റെ പണികളെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ആ കമ്പനി എങ്ങനെയിരിക്കും? നിങ്ങളുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റഡ് വേർഷൻ എങ്ങനെയിരിക്കും? അവിടുന്ന് താഴോട്ട് വരണം. ആ കംപ്ലീറ്റഡ് വേർഷന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയി ഷട്ടർ തുറക്കുന്നത്. അല്ലാതെ ആ ചില്ലുകൂട്ടിലിരിക്കുന്ന സാധനം വിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. അതിന് നമുക്കെന്താ വേണ്ടേ? നമ്മള് എന്താണ് ബിസിനസ് എന്നൊന്നറിയണം. ബിസിനസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ബിസിനസ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സിസ്റ്റം. ഒരു കൂട്ടം സിസ്റ്റങ്ങളുടെ കൂട്ടായ്മയാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്താണ്? സിസ്റ്റം. യെസ്, സിസ്റ്റം. എന്താ സിസ്റ്റം? സെയിൽസ് ഒരു സിസ്റ്റമാണ്, മാർക്കറ്റിംഗ് ഒരു സിസ്റ്റമാണ്, ഫിനാൻസ് ഒരു സിസ്റ്റമാണ്, പർച്ചേസ് ഒരു സിസ്റ്റമാണ്, ഓപ്പറേഷൻസ് ഒരു സിസ്റ്റമാണ്, പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒരു സിസ്റ്റമാണ്, ലോജിസ്റ്റിക്സ്, HR എല്ലാം ഓൾ ദീസ് ആർ സിസ്റ്റം. അങ്ങനെ പല സിസ്റ്റങ്ങളുടെ കളക്ഷൻ ആണ് എ ഗ്രൂപ്പ് ഓഫ് സിസ്റ്റം ഈസ് ബിസിനസ്. ഒരു കൂട്ടം സിസ്റ്റങ്ങളുടെ കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ബിസിനസ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് ഒരു സിസ്റ്റം? ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 പ്രോസസ്സുകൾ ചേരുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല പ്രോസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എന്തൊക്കെ പ്രോസസ് ഉണ്ട്? പ്രൊക്യൂർമെന്റ്, പ്രോസ്പെക്ടിങ്, കസ്റ്റമറെ കണ്ടെത്തണം, കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിക്കണം, കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റെഫറൻസ് മേടിക്കണം. ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ പ്രോസസ്സുകളാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ പല പ്രോസസ് ഉണ്ട്, ഫിനാൻസിന്റെ അകത്ത് പല പ്രോസസ് ഉണ്ട്, HR-ന്റെ അകത്ത്, പ്രൊക്യൂർമെന്റിന്റെ അകത്ത് പല 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 പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ഒരു കൂട്ടം സിസ്റ്റങ്ങളാണ്. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പ്രോസസ് ആണ്. ഈ പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത് കുറച്ച് ടെക്നിക്കലാണ്, പക്ഷെ ഇത് നിങ്ങൾ ഈ ബിസിനസ് ഓണേഴ്സ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രോസസ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SOP എന്ന് പറയും. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലായിരിക്കും. ആ ഫോം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇത് മാത്രമാണ് നമ്മളുടെ ജോലി. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ, നമ്മളിപ്പോ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമറെ കിട്ടാൻ വേണ്ടി പല മാർഗങ്ങൾ നമ്മൾ പയറ്റി നോക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ഫോർമാറ്റ് കിട്ടും. ആ സക്സസ്ഫുൾ ഫോർമാറ്റ് എങ്ങനെയാ കിട്ടിയത്? അത് കിട്ടാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു? ഇത്രയുള്ള SOP. ഞാൻ അത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് SOP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ SOP അളക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, KPI ആൻഡ് KRA. ഈ SOP അളക്കാൻ വേണ്ടി രണ്ട് മെഷർമെന്റ് ടൂൾസ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് KPI എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി, ഈ പ്രോസസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് പേര് അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഓരോ എംപ്ലോയീസും എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവര് ഏതൊക്കെ മാനദണ്ഡങ്ങളിൽ അവരുടെ പെർഫോമൻസ് അളക്കുന്ന അളവുകോലാണ് KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ ചിലതുണ്ട്. അപ്പൊ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് വെച്ച് അളക്കാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, എത്ര കസ്റ്റമറെ ക്ലോസ് ചെയ്തു, എത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ടാക്കി, എത്ര തവണ കൂടുതൽ സെയിൽ നടന്നു, അങ്ങനെ നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് എടുക്കാൻ, റവന്യൂ, എന്ത് റവന്യൂ ഉണ്ടാക്കി, ഇതൊക്കെ വെച്ചിട്ട് നമ്പേഴ്സ് വെച്ച് എടുക്കാൻ പറ്റുന്നത് KPI-യും. ചിലതുണ്ട്, ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നമ്പർ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ചില ജോലികൾ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ്, ഇവരുടെ ഒന്നും വർക്ക് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, നമ്പേഴ്സ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാം? KRA അല്ലെങ്കിൽ കീ റെസ്പോൺസിബിലിറ്റി ഏരിയ അല്ലെങ്കിൽ കീ റിസൾട്ട് ഏരിയ. അവർ കൊണ്ടുവരുന്ന റിസൾട്ടിനെ അളന്നിട്ടായിരിക്കും നമ്മൾ അവരുടെ പെർഫോമൻസ് നോക്കുന്നത്. അപ്പം രണ്ട് രീതിയിലാണ് നമ്മുടെ
മെഷർമെന്റ് എടുക്കുന്നത്, ഒന്ന് KPI, ഒന്ന് KRI. ഈ രണ്ടെണ്ണം വെച്ചിട്ട് എന്താ മെഷർ ചെയ്യുന്നത്? SOP മെഷർ ചെയ്യും. SOP കറക്റ്റ് ആവുമ്പോൾ എന്തുണ്ടായി? പ്രോസസ്സ് കറക്റ്റ് ആവും. പ്രോസസ്സുകൾ കറക്റ്റ് ആവുമ്പോൾ സിസ്റ്റങ്ങൾ കറക്റ്റ് ആവും. സിസ്റ്റങ്ങൾ കറക്റ്റ് ആവുമ്പോൾ ബിസിനസ് കറക്റ്റ് ആവും. നമ്മുടെ ജോലി ഞാൻ ഇന്ന് രാവിലത്തെ കിങ്സ് ക്ലബിന്റെ ക്ലാസ്സിൽ പറഞ്ഞ ഇതാണ്. നമുക്കൊന്ന് നോക്കാം. ഈ പല സിസ്റ്റം ബിസിനസ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടെത്തണം. പ്രൊഡക്റ്റ് കണ്ടെത്തുന്നത് ബിസിനസ് ഓണറുടെ ജോലിയല്ല, ഇത് ഒരു പ്രൊക്യൂർമെന്റ് ടീമിന്റെ ജോലിയാണ്. ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ഏത് സോഴ്സിൽ നിന്ന്, വെൻഡേഴ്സിൽ നിന്ന് കണ്ടെത്തി അത് നമ്മുടെ പ്രൊഡക്റ്റ് ആക്കി മാറ്റി അതിന്റെ പ്രൈസ് ഇട്ട് അതിന്റെ മാർജിൻ ഒക്കെ സെറ്റ് ചെയ്ത് അത് കൃത്യസമയത്ത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ജോലി പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്, നമ്മുടെ അല്ല. അത് പ്രൊക്യൂർമെന്റ് സിസ്റ്റം ചെയ്യും. ഇനി ഈ കണ്ടെത്തി കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് വേണം? മാർക്കറ്റിംഗ് വേണം. മാർക്കറ്റ് ചെയ്തത് കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടത് ബിസിനസ് ഓണറുടെ ജോലിയല്ല, അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ KRA അല്ലെങ്കിൽ KPI അല്ലെങ്കിൽ പ്രോസസ് ആണ്. അവരാണ് അത് ചെയ്യേണ്ടത്, നമ്മളല്ല ചെയ്യേണ്ടത്. അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ എൻക്വയറീസ് വരും. എൻക്വയറീസ് വരുമ്പോൾ അതിൽ നിന്ന് സെയിൽസ് കണ്ടെത്താൻ പറ്റും. സെയിൽസ്, കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇത് ബിസിനസ് ഓണറുടെ ജോലിയല്ല, ഇത് ചെയ്യേണ്ടത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. ഇനി ഈ വരുന്ന മേടിച്ച സാധനം അത് കൃത്യസമയത്ത് ഇവർക്ക് കൊടുക്കാനും ഇവർക്ക് കൊടുക്കാനുള്ള പൈസയും അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള പൈസയും വാങ്ങിച്ചെടുക്കുന്നതും പൈസ വീതിച്ചു കൊടുക്കുന്നതും GST അടയ്ക്കുന്നതും സാലറി കൊടുക്കുന്നതും റെന്റ് കൊടുക്കുന്നതും 1-ാം തീയതി ആ പൈസ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നതും ഇതൊന്നും ബിസിനസ് ഓണറുടെ ചുമതലയല്ല, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഫിനാൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവര് കണ്ടെത്തിക്കോളും എന്ത്? 1-ാം തീയതി കൊടുക്കാനുള്ള സാലറി. അവരാണ് വാടക കൊടുക്കേണ്ടത്, അവരാണ് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടത്. ആ ഉത്തരവാദിത്തം ബിസിനസ് ഓണർക്കല്ല. ഇനി ഇവിടെ ഇവരൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട, ഇവർ കൃത്യസമയത്ത് വരുന്നുണ്ട്, ഇവരെ ഏൽപ്പിച്ച ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉറപ്പുവരുത്തേണ്ട ജോലി ബിസിനസ് ഓണർക്കുള്ളതല്ല, അത് HR എന്ന് പറയുന്ന സിസ്റ്റം ചെയ്യേണ്ട ജോലിയാണ്. ചുരുക്കി കൂട്ടി പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്തെ ഒരു ജോലിയും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഉത്തരവാദിത്തങ്ങളല്ല ഇതൊന്നും. അത് സാലറി കൊടുക്കുന്നതായിക്കോട്ടെ, പ്രൊക്യൂർ ചെയ്യുന്നതായിക്കോട്ടെ, മാർക്കറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, സെയിൽസ് ചെയ്യുന്നതായിക്കോട്ടെ, ഇനി ഈ പറയുന്ന ഇവരെ മാനേജ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതിലൊന്നും നമ്മൾ നേരിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, നമ്മൾ മുമ്പേ പറഞ്ഞ സ്റ്റേജ് 1-ൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യം വരുമായിരിക്കും. എവിടെ? നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റേജിൽ. ഈ സ്റ്റേജിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഓൾ ഇൻ ഓൾ. പക്ഷെ ഈ സ്റ്റേജിലേക്ക് മാറുന്ന സമയത്ത്, സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്റെ കമ്പനി, നമ്മുടെ കിങ് മേക്കർ, നമ്മുടെ കമ്പനിക്കകത്ത് എനിക്കൊരൊറ്റ ജോലിയുള്ളൂ. എന്ത്? പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക. ഇന്ന് ഇവിടെ വെബിനാർ നടത്തുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇത്രയും പേര് വെബിനാറിന് വന്നത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടില്ല. ഇന്ന് ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു, കാലിക്കറ്റ് 100 സെയിൽ കഴിഞ്ഞു, ദുബൈയിൽ 50 സെയിലോളമായി. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാ നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ പൈസ കിട്ടിയോ? കൊടുക്കാനുള്ളത് കൊടുത്തോ? അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തോ? അവിടെ എനിക്കുള്ള റൂം ബുക്ക് ചെയ്തോ? എന്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ? ഇതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ നമ്മളുടെ ഓഫീസിലെ സാലറി കൊടുത്തോ? അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചോ? അവിടുത്തെ റെന്റ് കൊടുത്തോ? ഇതൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും എന്റെ ഉത്തരവാദിത്തമല്ല. എനിക്കൊരൊറ്റ ജോലിയുള്ളൂ, പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക. ഇതാണ് എന്റെ ബിസിനസ്സിലെ എന്റെ റോൾ എന്ന് പറയുന്നത്. കാരണം ഇത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കാര്യത്തിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നുകൂടെ, നമ്മുടെ ബിസിനസ്സിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു ബിസിനസ്സുകാരുടെ ജോലി എന്താ? ഈ സിസ്റ്റങ്ങൾ ബിൽഡ് ചെയ്യുക. സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ? പണ്ട് നമ്മൾ ഈ ബാലരമ, കളിക്കുടുക്ക, മനോരമ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുമ്പോൾ നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇങ്ങനെ കുറെ ഡോട്ടുകൾ തന്നിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറയുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പം അതിൽ കൃത്യമായിട്ട് പറയും, 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത്, 5, 6, 7. അപ്പൊ നമ്മുടെ ജോലി എന്താ?
നമ്മൾ ബാലരമ കിട്ടുമ്പോൾ നമ്മൾ എടുത്തു വെച്ച് 1-2, 2-3, 3-4, 5, 6, 7 ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനം പുറത്തേക്ക് വരും. ഒരു ബിസിനസ്സുകാരന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഈ ഡോട്ടുകൾ ഇവിടെ ഉണ്ട്. ഈ ഡോട്ടുകൾ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ബിസിനസിന്റെ അകത്തെ പലയിടത്ത് ഈ ഡോട്ട് കിടപ്പുണ്ട്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ബാലരമയ്ക്കകത്ത് 1, 2, 3 എവിടെയായിരുന്നു എന്ന് എഴുതിയിട്ടിരുന്നു. ഇവിടെ നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് 1 ആണ്, ഇത് 2 ആണ് എന്ന് വിചാരിച്ച് അങ്ങോട്ട് വരച്ചു. ഇവിടെ എത്തിയപ്പോഴേ അറിയുന്ന അയ്യോ അതല്ലായിരുന്നു 2. നമ്മൾ എന്ത് ചെയ്തു? ആ തെറ്റ് നമ്മൾ തിരുത്തി ഇത് 1-ൽ നിന്ന് 2-ലേക്ക് പോയി. അപ്പൊ ഇവിടെ എത്തി. ഇപ്പൊ അത് കറക്റ്റ് ആയി. ഇനി ഈ 2-ൽ നിന്ന് 3-ലേക്ക് പോകണം. എന്തായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ സിസ്റ്റം, ഓരോ പ്രോസസ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇത് ഇവിടോട്ട് വന്നു, ഇത് ഇവിടുന്ന് വന്നു, യെസ് ഇവിടെ വന്നു. ഇപ്പോ കറക്റ്റ് ആയി. ഇത് ചിലപ്പോ ഒരു 5 കൊല്ലം എടുക്കും, ചിലപ്പോ 10 കൊല്ലം എടുക്കുമായിരിക്കും. ഈ കംപ്ലീറ്റ് നമ്മുടെ ജോലി കണക്ടിങ് ദ ഡോട്ട്സ്. എന്താണ് കണക്ടിങ് ദ ഡോട്ട്സ്? ഈ ഡോട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ജോലി. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പാടില്ല. നമ്മൾ ഈ കാര്യങ്ങളിൽ പർച്ചേസോ മാർക്കറ്റിങ്ങോ സെയിൽസോ ഫിനാൻസോ HR ഓപ്പറേഷൻസോ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്റ്റക്കായ നമുക്കുള്ള പ്രശ്നം എവിടെയാണെന്നറിയോ? നമുക്ക് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് സെയിൽസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മാർക്കറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കും. ഞാനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മിടുക്കൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ജോലി ആരെയും ഏൽപ്പിക്കാതെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്തായി? ഒരു സാധനം എൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറും. എനിക്ക് ഈ ഡോട്ട്സ് കണക്ട് ചെയ്യാനോ സിസ്റ്റം ബിൽഡ് ചെയ്യാനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. അപ്പോ നമുക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക്, ഒരു കംപ്ലീറ്റഡ് പ്രൊഡക്റ്റ് ആക്കുന്നതിലേക്ക് നമുക്ക് മാറണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ആദ്യം കണ്ട ഏത് സ്റ്റേജിൽ നിൽക്കുന്നാലും ശരി, നിങ്ങൾ സ്റ്റേജ് 1-ലായിക്കോട്ടെ, 2-ലായിക്കോട്ടെ, 3-ലായിക്കോട്ടെ, ഏത് സ്റ്റേജിൽ നിന്നാലും ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അട്രാക്ട് ചെയ്യുന്നതായിക്കോട്ടെ, റീറ്റെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, അവിടെ പ്രോഫിറ്റ് കണ്ടെത്തുന്നതായിക്കോട്ടെ, സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിലും, ഡെലിഗേഷൻ നല്ല പ്രൊഫഷണൽസിനെ കൊണ്ടുവരണമെങ്കിലും, ഓട്ടോമേഷൻ ചെയ്യണമെങ്കിലും, എക്സ്പാൻഷൻ ചെയ്യണമെങ്കിലും, ഈ ഓരോ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൂടിയേ തീരൂ. ആ രാജാവിന്റെ പേരാണ് പ്രോഫിറ്റ്. യെസ്, എല്ലാ ബിസിനസ്സുകാരന്റെ സ്വപ്നമാണ് ഈ പറഞ്ഞ ഓരോ സ്റ്റേജുകൾ ചാടിക്കടന്ന് ആ ഡോട്ട്സ് കംപ്ലീറ്റ് ആക്കി എൻ്റെ കമ്പനിയെ ഒന്ന് സിസ്റ്റമൈസ് ചെയ്ത്, ഞാനില്ലെങ്കിലും നന്നായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഒരു സിസ്റ്റമാക്കി അതിനെ മാറ്റണമെന്നുള്ളത് ഏതൊരു സംരംഭകന്റെ സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം, ആ പ്രോഫിറ്റ് എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഫുൾ ഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന എന്തിനാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ സ്ക്രീനിൽ നമുക്ക് 2 പേരെ കൊണ്ടുവന്ന് നിർത്താം. ഒന്ന്, നല്ല പ്രോഫിറ്റ് കയ്യിലുള്ള, ലിക്വിഡിറ്റി ഉള്ള, കാശുള്ള ഒരു ബിസിനസ്സുകാരൻ. മറ്റൊരാള് റോള് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പ്രോഫിറ്റ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ബിസിനസ്. 2 പേര് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആർക്കാണ് കോൺഫിഡൻസ്, ആരാണ് ഈ കൂട്ടത്തിൽ സക്സസ് ആയിട്ടുള്ളത്, ആരാണ് ഇതിൻ്റെ അകത്ത് നല്ല ബിസിനസ് റൺ ചെയ്യുന്നത്. കാരണം കാശുള്ളവനെ കണ്ടാൽ അറിയാം, പ്രോഫിറ്റ് ഉള്ളവനെ കണ്ടാൽ അറിയാൻ പറ്റും. പ്രോഫിറ്റ് ഉള്ളവന് മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. ഹി വിൽ ടേക്ക് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ്സിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണെന്നറിയും? കാശുള്ള ബിസിനസ്സുകാരാ, പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സുകാരാ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ? നല്ല സ്റ്റാഫിനെ കൊണ്ടുവരാം, ഏത് സിസ്റ്റവും ഇംപ്ലിമെന്റ് ചെയ്യാം, എവിടെ വേണേലും ഓഫീസ് തുടങ്ങാം, എന്ത് കാര്യവും, എന്ത് എക്സ്പാൻഷനും, എന്ത് ഓട്ടോമേഷനും, എന്ത് പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങിയാലും നമുക്ക് മേടിക്കാം, നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാം. കാരണം നമ്മുടെ ഈ പൈസ ഉണ്ട്, നമ്മുടെ ഈ പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ഉള്ളവൻ ബെറ്റർ ബിസിനസ് ഡിസിഷൻസ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്തവൻ കിടന്ന് എഴയും, നിരങ്ങും. അവനെ ആരെങ്കിലും ഒന്ന് എടുക്കുവോ എന്ന് ചോദിച്ചു, എന്നെ ഒന്ന് പൊക്കി വിടുവോ എന്ന് ചോദിച്ചിട്ട് കയ്യും കാലും ഇട്ട് അടയ്ക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഈ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ബിസിനസ് സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിൽ
നിങ്ങൾക്കൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ നിങ്ങൾക്ക് നേരെ നിൽക്കാൻ, നിങ്ങളുടെ ലൈഫ് നേരെയാക്കാൻ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് പ്രോഫിറ്റ്. യു ഷുഡ് ഗെറ്റ് മോർ പ്രോഫിറ്റ്. ഇപ്പൊ കിട്ടുന്ന പ്രോഫിറ്റ് പോരാ. അപ്പോ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ അത് എപ്പോഴേ ചെയ്തേനെ. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. പുതിയത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ വളരെ പ്രശസ്തനായ ഒരു ട്രെയിനർ ഉണ്ട്, ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോകണം. അപ്പോ അവിടെ പോകണമെങ്കിൽ ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കാലിക്കറ്റ് വരാം, അല്ലെങ്കിൽ ദുബൈ വരാം. കാലിക്കറ്റിൽ 25 ഫെബ്രുവരി 25 ശനിയാഴ്ച, അല്ലെങ്കിൽ ദുബൈയിൽ മാർച്ച് 4 ശനിയാഴ്ച. പ്രോഫിറ്റ് ഇസ് ദ കിങ്. സോ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നത്? നമ്മൾ 6 കാര്യങ്ങളാണ് ആ 1 ഡേ പ്രോഗ്രാമിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മെയിൻലി നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, റവന്യൂ എങ്ങനെ കൂട്ടാം, അതുപോലെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, വരുമാനം എങ്ങനെ കൂട്ടാം, ചെലവ് എങ്ങനെ കുറയ്ക്കാം. ഇതാണ് നമ്മൾ അന്നത്തെ ഫുൾ തീം, അതിലാണ് നിൽക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ നമ്മളുടെ വരുമാനം കൂട്ടാം, നമ്മൾക്ക് ആ 6 സീക്രട്സ് നമുക്ക് ഞാനിപ്പോ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇത് എങ്ങനെയാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ എന്നുള്ളത് 25-ാം തീയതി കോഴിക്കോടോ അല്ലെങ്കിൽ മാർച്ച് 4-ാം തീയതി ദുബൈയിലോ എത്തിയാലേ പഠിക്കാൻ പറ്റൂ. ഇപ്പോ എങ്ങനെയാണ് ആ 6 സ്റ്റെപ്പ് എന്തൊക്കെയാണ്, 6 സീക്രട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിപ്പോ തന്നെ പറഞ്ഞേക്കാം. നമ്പർ 1, പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ വരുമാനം കൂട്ടണം. വരുമാനം കൂടണമെങ്കിൽ സീക്രട്ട് നമ്പർ 1, ഇൻക്രീസ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടണം. അതായത് യു ഹാവ് ടു ഫൈൻഡ് ന്യൂ കസ്റ്റമർ. പുതിയ കസ്റ്റമറെ കണ്ടെത്തണം. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റിലായിക്കോട്ടെ, എന്ത് സർവീസ് വിൽക്കുന്നവരായിക്കോട്ടെ, വി വിൽ ലേൺ. ഞാൻ പഠിപ്പിക്കാം നിങ്ങളെ, നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. പുതിയ കസ്റ്റമർ വരുമ്പോൾ സെയില് കൂടും, സെയില് കൂടുമ്പോൾ വരുമാനം കൂടും, വരുമാനം കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. സീക്രട്ട് നമ്പർ 1. സീക്രട്ട് നമ്പർ 2, എങ്ങനെ പ്രോഫിറ്റ് കൂട്ടാം. സീക്രട്ട് നമ്പർ 2, റീസെല്ലിംഗ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ. നിലവിലുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് എങ്ങനെ കൂടുതൽ വാങ്ങിക്കണം, അവരെ കൊണ്ട് എങ്ങനെ കൂടുതൽ വാങ്ങിപ്പിക്കാം, എന്തൊക്കെ ഓഫറുകൾ സെറ്റ് ചെയ്യാം, എങ്ങനെ പ്രൈസിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം, എങ്ങനെ കോംബോ സെറ്റ് ചെയ്യാം, ഏത് പ്രൈസ് ഇട്ട് കൊടുത്താൽ, എന്ത് ഓഫർ കൊടുത്താൽ എക്സിസ്റ്റിംഗ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ വീണ്ടും ഓടി നമ്മളുടെ അടുത്തേക്ക് വരും സാധനം മേടിക്കാൻ. യെസ്, സീക്രട്ട് നമ്പർ 2, റീസെല്ലിംഗ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ. സീക്രട്ട് നമ്പർ 3, പ്രോഫിറ്റ് കൂട്ടാനുള്ള, റവന്യൂ കൂട്ടാനുള്ള സീക്രട്ട് നമ്പർ 3, വന്ന് കയറിയ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് നമുക്ക് എപ്പോഴാ കൂടുതൽ വിൽക്കാൻ പറ്റുന്നതെന്ന് അറിയോ? വെൻ ദേ ആർ ബൈയിങ് സംതിങ്. അവരെന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അവരെ കൊണ്ട് മേടിപ്പിക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറിന് OTO, വൺ ടൈം ഓഫർ. അപ്പോ ഈ ഓഫർ എപ്പോഴാണ് കൊടുക്കുന്നത്? വെൻ ദേ ആർ ബൈയിങ് സംതിങ്. അതിന് പറയുന്ന പേരാണ് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ്. ഒരു സാധനം മേടിക്കാൻ വന്ന ആളുകളെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ മേടിപ്പിക്കാനുള്ള സ്ട്രാറ്റജി. വൺ ടൈം ഓഫർ എങ്ങനെ സെറ്റ് ചെയ്യണം, അവരെ കൊണ്ട് എങ്ങനെ അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ് നടത്തണം. സീക്രട്ട് നമ്പർ 3. നമ്പർ 4, സീക്രട്ട് നമ്പർ 4, വരുമാനം കൂട്ടാനുള്ള, പ്രോഫിറ്റ് കൂട്ടാനുള്ള 4ാമത്തെ സീക്രട്ട്. നമ്മുടെ അടുത്ത് പണ്ട് വന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ കുറെ നാളായി നമ്മളുടെ അടുത്ത് വന്നിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യണം? റീആക്ടിവേറ്റ് ചെയ്യണം. വി ഹാവ് ടു റീആക്ടിവേറ്റ് ഓൾഡ് കസ്റ്റമേഴ്സ്. പഴയ കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? റീആക്ടിവേറ്റ് ചെയ്യണം. സീക്രട്ട് നമ്പർ 4, വി വിൽ ലേൺ. പണ്ട് നമ്മളുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന ആ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വീണ്ടും എത്തിക്കാം. ഇപ്പോ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ട് കസ്റ്റമേഴ്സ്? 1, നമ്മളുടെ ന്യൂ കസ്റ്റമർ, 2 എക്സിസ്റ്റിംഗ് കസ്റ്റമർ, 3 അപ്സെല്ലിംഗ്, 4 ക്രോസ് സെല്ലിംഗ്,
5 റീആക്ടിവേഷൻ. ഇങ്ങനെ പല കസ്റ്റമറെ നമ്മളുടെ കടയിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളുടെ സീക്രട്ട് നമ്പർ 5 നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഹൗ യു ക്യാൻ ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ. ഒരു പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം? പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ എന്താ ഉള്ള ഗുണം എന്താ? പുതിയ കസ്റ്റമറെ കൊണ്ടെടുപ്പിക്കാം, എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കൊണ്ടെടുപ്പിക്കാം, അപ്സെൽ ചെയ്യാം, ക്രോസ് സെൽ ചെയ്യാം. പഴയ കസ്റ്റമറെ വിളിച്ചുണർത്താനായിട്ട് നമുക്ക് ഈ പുതിയ പ്രൊഡക്റ്റുമായിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ പ്രൊഡക്റ്റ് ലൈൻ ആഡ് ചെയ്യാൻ പറ്റും അധികം ചെലവില്ലാതെ, അധികം ബുദ്ധിമുട്ട്? ഇത് ചിലപ്പോൾ ഒരു കോംബോ പാക്കേജ് ഇട്ടാൽ, ഒരു ഓഫർ ഇട്ടാൽ, ഒരു ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ അതൊരു പുതിയ പ്രൊഡക്റ്റ് ലൈൻ ആയിട്ട് മാറും. അത് മതി ന്യൂ കസ്റ്റമറിനും എക്സിസ്റ്റിംഗ് കസ്റ്റമറിനും അപ്സെല്ലിംഗ്, ക്രോസ് സെല്ലിംഗ് ഓർ റീആക്ടിവേഷൻ കസ്റ്റമറിനെ നമുക്ക് വരുമാനം കൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരൊറ്റ സ്ട്രാറ്റജി മതി. ആൻഡ് സീക്രട്ട് നമ്പർ 6 നമ്മളുടെ വരുമാനം കൂട്ടാനുള്ള, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനുള്ള സീക്രട്ട് നമ്പർ 6. 6ാമത്തെ സീക്രട്ട്, റേസ് യുവർ പ്രൈസ്. എങ്ങനെ നിങ്ങളുടെ വില കൂട്ടണം, ഇത് നമ്മൾ പഠിക്കും. ഒരു എതിർപ്പും കൂടാതെ കസ്റ്റമർ നമുക്ക് പേയ്മെന്റ് തന്നിട്ട് പോകുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ വില കൂട്ടി വിൽക്കാം, ഇതും നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 6 സീക്രട്ടാണ് പഠിക്കുന്നത്. 6 സീക്രട്ടാണ്. അതിൽ 1 ന്യൂ കസ്റ്റമറിനെ കണ്ടെത്തുന്നത്, 2 റീസെല്ലിംഗ് ഓർ റീപർച്ചേസ് ചെയ്യിപ്പിക്കുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കൊണ്ട്, ക്രോസ് സെല്ലിംഗ് ഓർ അപ്സെല്ലിംഗ് ചെയ്യിപ്പിക്കുന്നത്, 4 റീആക്ടിവേറ്റ് ചെയ്യിക്കുന്ന, പണ്ട് മേടിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് റീആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്, 5 നമ്മളുടെ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ, എങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് ലൈൻ വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്പർ 6 റേസ് യുവർ പ്രൈസ് ടു റേസ് യുവർ പ്രോഫിറ്റ്. എങ്ങനെ പ്രോഫിറ്റ് കൂട്ടി, വില കൂട്ടി വിൽക്കുവാൻ സാധിക്കും. ഇങ്ങനെ 6 സീക്രട്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഈ 6 സീക്രട്സിനോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഒരു 3 ബിസിനസ് മോഡൽ ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 3 ബിസിനസ് മോഡൽ. 3 ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. 1 സർക്കിൾ, 2 ട്രയാങ്കിൾ, 3 സ്ക്വയർ. 3 ബിസിനസ് മോഡൽ പഠിക്കുന്നുണ്ട്. 1 സർക്കിൾ, 2 ട്രയാങ്കിൾ, 3 സ്ക്വയർ. സർക്കിൾ എന്ന് പറയുന്ന പേര് പി സർക്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുന്ന പേര് ABC ട്രയാങ്കിൾ. ABC ട്രയാങ്കിൾ. സ്ക്വയറിന്റെ പേര് പറയുന്ന പേര് AMO സ്ക്വയർ. 3 ബിസിനസ് മോഡലാണ്. 1 സർക്കിൾ, 2 ട്രയാങ്കിൾ, 3 സ്ക്വയർ. സർക്കിൾ പറയുന്നത് PPP, ട്രയാങ്കിൾ ABC, സ്ക്വയർ AMO. എന്താണ് PPP? നമ്മുടെ ബിസിനസ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നടക്കണം എങ്കിൽ, നമുക്ക് കോസ്റ്റ് കുറയ്ക്കണം എങ്കിൽ, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നേടണമെങ്കിൽ നമുക്ക് PPP സർക്കിൾ അത്യാവശ്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള പീപ്പിൾ ഓർ പ്രൊഫഷണൽസ്, ആൻഡ് ദെൻ വി നീഡ് പ്രോസസ്. എന്താണ് PPP? പ്രൊഡക്റ്റ്, പീപ്പിൾ ആൻഡ് പ്രോസസ്. അപ്പൊ നമുക്ക് എന്ത് വേണം? നല്ലൊരു പ്രൊഡക്റ്റ് വേണം. ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നല്ല സപ്ലയർ വേണം, നല്ല ടീം വേണം, നല്ല സെയിൽസുകാർ വേണം, മാർക്കറ്റിംഗ് ടീം വേണം, ഫിനാൻസ് വേണം, അങ്ങനെ ടീം വേണം. അത് അവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഒരു പ്രോസസ്സും വേണം. ഇതാണ് PPP സർക്കിൾ. എന്താണ് ABC ട്രയാങ്കിൾ? ഞാനിത് സമയക്കുറവ് കൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇതെന്താണെന്ന് മണിക്കൂറുകൾ എടുത്ത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ആ മണിക്കൂറുകളാണ് നമ്മൾ ഫെബ്രുവരി 25-ന് കോഴിക്കോടും മാർച്ച് 4-ന് ദുബൈയിലും ചെയ്യാൻ പോകുന്നത്. ABC ട്രയാങ്കിൾ. എന്താണ് ABC? A ഫോർ ആവറേജ് ഓർഡർ വാല്യൂ. ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് മിനിമം ഇന്ന പ്രോഫിറ്റ് കിട്ടണം എങ്കിൽ ആ കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്.
ഒരു സംഖ്യയുണ്ട്. ഇത്രയും രൂപയുടെ സാധനമെങ്കിലും ഇവർ മേടിച്ചില്ലെങ്കിൽ ആ സെയില് സത്യത്തിൽ ലോസ് ആണ്. അപ്പോ അതിന്റെ പേരാണ് ആവറേജ് ഓർഡർ വാല്യൂ. മിനിമം ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങിച്ചില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. നമുക്കറിയാം സൂപ്പർ മാർക്കറ്റിൽ പാൽ എവിടെ ആയിരിക്കുന്നത്? അതിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കോണിൽ. തൈര് എവിടെ ഇരിക്കുന്നത്? അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കോണിൽ. എന്തിനാ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഒരു കസ്റ്റമർ ആ കടയിൽ വന്നിട്ട് പാല് മാത്രമാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് എങ്കിൽ ആ കച്ചവടം ആ സൂപ്പർ മാർക്കറ്റിന് ലോസ് ആണ്. അകത്ത് കൊണ്ടുവെക്കുന്ന എന്തിനാ? തിരിച്ചു വരുന്ന വഴി, ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. തിരിച്ചു വരുന്ന വഴിയാണ് നോക്കുമ്പോൾ അവിടെ കിൻഡർ ജോയ് ഇരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് കുഞ്ഞൂട്ടനെ ഓർമ്മ വരും, ഞാൻ അതെടുക്കും. ഇവിടെ എനിക്ക് തോന്നുന്നു 8 ദറംസ് എങ്ങാണ്ട്, 4 ദറംസ്, 80-100 രൂപയാണ്. ഞാൻ ലുലുവിൽ കയറിയിട്ട് ഒരു പാക്കറ്റ് പാൽ എടുത്തോണ്ട് വന്ന യൂസഫ് അലിക്ക് ഒന്നും കിട്ടത്തില്ല. അതേസമയം ഞാനൊരു കിൻഡർ ജോയും കൂടെ അതിന്റെ കൂടെ മേടിച്ചാൽ, അതുകൊണ്ട് എന്ത് ചെയ്യും? പാലെടുക്കാൻ വരുന്നവരെ കൊണ്ട് കിൻഡർ ജോയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിപ്പിച്ച് ആവറേജ് ബില്ലിങ് ആക്കാതെ നമ്മളെ ലുലുവിൽ നിന്ന് വിടത്തില്ല, അല്ലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിടില്ല. ഇതൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി എങ്ങനെയാ ബിൽഡ് ചെയ്തത്? എങ്ങനെയാണ് അവരുടെ ആവറേജ് ഓർഡർ വാല്യൂ കണ്ടെത്തിയത്? ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലോസിൽ സെല്ല് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് കയ്യിൽ പൈസ ഇല്ല? കച്ചവടം ഉണ്ട് പക്ഷെ കയ്യിൽ പൈസ ഇല്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എവിടൊക്കെയോ കച്ചവടം നടക്കുന്നുണ്ട് പക്ഷെ അതിൽ ലാഭമില്ല. അതിന്റെ കാരണം നിങ്ങൾക്കറിയില്ല എന്താണ് അതിലെ ആവറേജ് ഓർഡർ വാല്യൂ എന്ന്. ഇനി ബി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയ്യർ ഫ്രീക്വൻസി. എന്താ ബയ്യർ ഫ്രീക്വൻസി? ഈ വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമറെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ അടുത്ത് എത്തിക്കണം, എങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസിന്റെ അകത്ത് റെക്കറിംഗ് റവന്യൂ മോഡൽ നടക്കുകയുള്ളൂ. എങ്ങനെ ഫ്രീക്വൻസി കൂട്ടാം, വീണ്ടും 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 ഇവര് നമ്മളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ എത്തിക്കാൻ പറ്റും, അതിന്റെ സ്ട്രാറ്റജിയാണ് ബയ്യർ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ABC ട്രയാങ്കിളിലെ ബി എന്ന് പറയുന്ന ബയ്യർ ഫ്രീക്വൻസി. ആൻഡ് സി ഈസ് ഫോർ കസ്റ്റമർ അക്വിസിഷൻ. കസ്റ്റമർ അക്വിസിഷൻ, പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്ന സ്ട്രാറ്റജി. അപ്പൊ എന്താണ് ABC? ആവറേജ് ഓർഡർ വാല്യൂ, ബയ്യർ ഫ്രീക്വൻസി ആൻഡ് കസ്റ്റമർ അക്വിസിഷൻ ഓർ ഫൈൻഡിങ് ന്യൂ കസ്റ്റമർ. അപ്പോൾ നമ്മുടെ ബിസിനസ് സക്സസ് ആയിട്ട്, പ്രോഫിറ്റബിൾ ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ PPP ട്രയാങ്കിൾ വേണം. PPP ട്രയാങ്കിൾ കൃത്യമായി നടക്കണമെങ്കിൽ പ്രോഫിറ്റ് വേണം. ആ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ABC ട്രയാങ്കിൾ നടക്കണം. ആവറേജ് ഓർഡർ വാല്യൂ ഉണ്ടായിരിക്കണം, ബയ്യർ ഫ്രീക്വൻസി കൂട്ടണം, പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം, കസ്റ്റമർ അക്വിസിഷൻ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടി വരും, അതാണ് AMO സ്ക്വയർ. AMO സ്ക്വയർ, ഇറ്റ്സ് എ സ്ക്വയർ, സ്ക്വയർ ആണ്. AMO എന്താണ് AMO? ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, സർക്കിളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വേണമെന്ന് പഠിച്ചു. ട്രയാങ്കിളിലേക്ക് ആളിനെ എത്തിക്കണമെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ കണ്ട ഈ ന്യൂ കസ്റ്റമർ അക്വിസിഷനിലേക്കോ, അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിച്ച ആ ഒരു ട്രയാങ്കിളിൽ ബയ്യർ ഫ്രീക്വൻസി കൂട്ടണം എങ്കിൽ, അല്ലെങ്കിൽ പുതിയ കസ്റ്റമറെ കൊണ്ടുവരണം എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്, പൊസിഷനിങ്ങിന്റെ ഭാഗമായിട്ട് AMO വേണം. A ഫോർ ഓഡിയൻസ്. ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഈ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തേണ്ടത് എങ്ങനെ? നമുക്ക് 2 തരം ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ഒന്ന് പെർഫെക്റ്റ് കസ്റ്റമർ, 2 ഇംപെർഫെക്റ്റ് കസ്റ്റമർ. എങ്ങനെ പെർഫെക്റ്റ് കസ്റ്റമറിന് വിൽക്കണം, എങ്ങനെ ഇംപെർഫെക്റ്റ് കസ്റ്റമറിന് വിൽക്കണം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഓഡിയൻസിനെ കാണിക്കാൻ M ഈസ് ഫോർ മെസ്സേജ്. ഇവരെ എന്ത് മെസ്സേജ് കാണിച്ച് നമ്മൾ വിളിക്കും? ഇവരെ കാണിക്കേണ്ട മെസ്സേജ്, അതായത് കോണ്ടന്റ്. എങ്ങനെയാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ റൺ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കും. ഈ ഓഡിയൻസിനെ ഈ കോണ്ടന്റ് കാണിക്കുമ്പോൾ അവരെ ഒരു കോൾ ടു ആക്ഷനിലേക്ക്, അവരെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം? ഒരു ഓഫർ സെറ്റ് ചെയ്യണം. അതാണ് O. എങ്ങനെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്താം, അവർക്ക് എങ്ങനെ കോണ്ടന്റ് കാണിച്ചു കൊടുക്കാം, അവർക്ക് എങ്ങനെ ഓഫർ സെറ്റ് ചെയ്യണം, ഇതും നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. 1 സർക്കിൾ, 2 ട്രയാങ്കിൾ, 3 സ്ക്വയർ. സർക്കിളിൽ എന്തായിരുന്നു? 3 P ആയിരുന്നു വരുന്നത്, പ്രൊഡക്റ്റ്, പീപ്പിൾ ആൻഡ് പ്രോസസ്. ഇതിലേക്ക് വരണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് വരണം എങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആവറേജ് ഓർഡർ വാല്യൂ വേണം, ബയ്യർ ഫ്രീക്വൻസി കൂട്ടണം, അതുപോലെ തന്നെ
കസ്റ്റമർ അക്വിസിഷൻ കൃത്യമായി നടക്കണം. അവരിവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? AMO, ഓഡിയൻസ്, മെസ്സേജ് ആൻഡ് ഓഫർ. അങ്ങനെ 6 സീക്രട്സും അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഈ ട്രയാങ്കിളും ഇതുപോലുള്ള 100 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പഠിപ്പിക്കാനുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ധൈര്യത്തെ പോലെ കോഴിക്കോട്ടേക്ക് ഫെബ്രുവരി 25 നോർമലി നമ്മളുടെ പ്രൈസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം കഴിഞ്ഞ തവണ ഞാൻ ലാസ്റ്റ് വന്നത് മലപ്പുറത്താണ്. അന്ന് ഞാൻ കണ്ടതാ ആ ഒരു 2750 പേര് നമ്മൾ ആ മലപ്പുറം കോട്ടയ്ക്കൽ പ്രോഗ്രാമിലേക്കുള്ള ആ ഓളവും പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയ സ്നേഹവും അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴും പ്രീമിയത്തിൽ മാത്രം നിർത്തി കളിക്കുന്ന ആളാണ്. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് എന്താ, പ്രോഫിറ്റ് മാക്സിമം എടുക്കണമെന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് എനിക്ക് മാക്സിമം കിട്ടണമെങ്കിൽ എന്റെ പ്രൈസ് കൂടുതലായിരിക്കണം. പക്ഷെ ഈ പ്രാവശ്യം പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, പ്രീമിയത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. 20,000 പ്ലസ് ടാക്സ് ആണ് നമ്മളുടെ 1 ഡേ പ്രോഗ്രാമിന്റെ ഫീസ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഇൻട്രൊഡക്ടറി ഓഫർ വെച്ചിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ടറി ഓഫർ വരുന്നത് 9999. ഇത് ഞാൻ മലപ്പുറം പ്രോഗ്രാമിന് ശേഷം, എനിക്ക് തോന്നുന്നു 2019 ശേഷം ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഞാനൊരു 1 ഡേ പ്രോഗ്രാം ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ, ഇത് ദുബൈയിലേക്ക് വരുമ്പോൾ ഇത് 750 dirhams ആണ് കേട്ടോ, 750 dirhams. ഇതിന് താത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഞാൻ 2019 ശേഷം, കോവിഡിന് മുന്നേ എങ്ങാണ്ടാണ് ഈ ഒരു പ്രൈസിൽ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ധൈര്യത്തെ പോരാം. കാരണം ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ അത്രയും മണിക്കൂറത്തെ ഇത്രയും ദിവസങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാനൊരു വ്യത്യസ്തനായ ട്രെയിനർ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഐഡിയ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന് ഐഡിയ കണ്ടെത്തുന്ന, പുതിയ ഫോർമുല കണ്ടെത്തുന്ന ആളൊന്നുമല്ല. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതായത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന കമ്പനികൾ അവരെങ്ങനെയാണ് സക്സസ് ആയത്, ചില കമ്പനികൾ ഫെയിൽ ആയത് എങ്ങനെയാണ്, നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം എങ്ങനെ നന്നായിട്ട് നടന്നു, എങ്ങനെ ഇവർക്ക് ഇത്രയും കസ്റ്റമറെ കിട്ടുന്നു, എങ്ങനെ ഇവർ ഓഫർ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സ്ട്രാറ്റജി മനസ്സിലാവും. ആ സ്ട്രാറ്റജികളാണ് ഞാൻ എൻ്റെ ഭാഷയിലാക്കി എൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ തരുന്നത്. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല. ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ വലിയ വലിയ കമ്പനികളും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തൊട്ട് വലിയ കമ്പനികൾ വരെ ഞാൻ ഒബ്സർവ് ചെയ്യും. എന്തിന്, ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, കായംകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ഒരു ഹോബിയുണ്ട്. രാവിലെ കിങ്സ് ക്ലബിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ മാറി സിറ്റ് ഔട്ടിൽ ഗേറ്റിന്റെ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എന്തിനാണെന്നറിയോ, ഒരു 15 മീൻ കച്ചവടക്കാരെങ്കിലും എൻ്റെ വീടിന്റെ വാതക്കെ കൂടെ പോകും. അവിടെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യും. ഇവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് പ്രൈസ് പറയുന്നത്, ഇവരെങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഇവര് എല്ലാ സാധനവും എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് ചേഞ്ച് വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മത്തിയും കൂടെ എടുത്തിട്ട് കൊടുക്കുന്ന ആ സ്ട്രാറ്റജി, വീണ്ടും നാളെ എൻ്റെ അടുത്ത് തന്നെ വരണേ എന്ന് പറയാതെ പറയിപ്പിക്കുന്ന ആ സൈക്കോളജിക്കൽ മൂവ്, ഇതൊക്കെ ഒബ്സർവേഷനിൽ കൂടി കണ്ടിട്ട് അത് എന്റേതായ കണ്ടുപിടുത്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പം അത്രയും ഒബ്സർവ് ചെയ്ത് അത്രയധികം പ്രാക്ടീസ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജീവിതത്തിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എൻ്റെ ലൈഫ്. ഞാൻ പഠിക്കുക പഠിപ്പിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അത് സെയിൽസ് പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഞാൻ ഇവിടെ കയറിയത്, സിറിൽ ഇപ്പം ചിരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, സിറിലെ 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കില്ല, അതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞ് കയറിയ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കഴിഞ്ഞു. സെയിൽസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ മാടമ്പള്ളിലെ ആ ചിത്തരോഗിയായിട്ട് അങ്ങ് മാറും. പിന്നെ അവിടെ ആരെങ്കിലും ഗംഗ ഒന്ന് വിളിക്കാതെ പിന്നെ അത് പോകത്തില്ല, പിന്നെ ആ കട്ടില് താഴെ ഇടത്തില്ല. അപ്പോ ഈ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ധൈര്യത്തെ പോരെ. നിങ്ങളുടെ എന്ത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം. നിങ്ങളുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യാം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും, അത് നല്ല സ്റ്റാഫ് ഇല്ലെന്നാണോ നിങ്ങളുടെ പ്രശ്നം? ലാഭം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നവരെ പറഞ്ഞു വിട്ടിട്ട് നല്ല പിള്ളേരെ എടുക്കാവുന്നേ. നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ലാഭം ഉണ്ടെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്താവുന്നേ. സപ്ലയർ പ്രശ്നമാണോ? ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ നമുക്ക് നിലവിലെ ബിസിനസ്സിൽ അധികം ചെലവ് കൂട്ടാതെ, ഇനിയും ചെലവ് കൂട്ടാതെ എങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാം, ആ പ്രോഫിറ്റ് കൊണ്ട് എങ്ങനെ നമുക്കൊരു സെല്ലബിൾ കമ്പനിയാക്കി നമ്മുടെ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും മികച്ച
ഒരു അവസരമാണ് ഈ പ്രോഗ്രാം പ്രോഫിറ്റ് ഈസ് ദ കിങ്. സെയിൽസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ടോപ്പിക്കിൽ പ്രാധാന്യം കൊടുക്കുന്നത്. സെയിൽസ്, മാർക്കറ്റിംഗ്, മാക്സിമം സെയില്, മാക്സിമം എക്സ്പെൻസ് കുറയ്ക്കുക, എങ്ങനെ ഒക്കെ നമുക്ക് ഓഫറുകൾ സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള സ്കില്ലല്ല. അതായത് എങ്ങനെ പ്രസന്റേഷൻ എടുക്കണം, എങ്ങനെ ക്ലോസ് ചെയ്യണം, ക്ലോസിംഗ് സ്ട്രാറ്റജി, ഇതൊന്നുമല്ല. അതൊക്കെ സെയിൽസ് സ്കില്ലാണ്. അത് വേണ്ടത് സെയിൽസുകാർക്കാണ്, സെയിൽസ് സ്റ്റാഫിനാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് സ്ട്രാറ്റജീസ് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് പുതിയ ഐഡിയാസ് ആണ്. നമുക്ക് വേണ്ടത് പുതിയ മെത്തേഡ്സ് ആണ് സെയിൽസ് കൂട്ടാൻ വേണ്ടി. അത് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെയിൽസുകാർക്ക് അറിയാം വിൽക്കാനായിട്ട്. വിൽക്കാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്, വിൽപ്പന കൂട്ടാൻ എന്തൊക്കെ നമ്മുടെ ബിസിനസ്സിൽ സ്ട്രാറ്റജീസ് കൊണ്ടുവരാം. അതാണ് നമ്മൾ ഫെബ്രുവരി 25 കോഴിക്കോടും മാർച്ച് 4 ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കാൻ പോകുന്ന പ്രോഫിറ്റ് ഈസ് ദ കിങ്. പേയ്മെന്റ് ലിങ്ക് ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ, താജ് ഗേറ്റ് വേ അറിയാവുന്നവർക്കറിയാം, 130 മാക്സിമം കട്ടയ്ക്ക് പിടിച്ചാൽ 140. അപ്പൊ ഇനി ഒരു 30-40 സെയിലുണ്ട്. ഒരു പക്ഷേങ്കിൽ ഈ വെബിനാർ കഴിയുന്നതോടുകൂടി അത് തീരുമായിരിക്കും. അങ്ങനാണെങ്കിൽ ആ ലിങ്ക് അസാധുവായി പോകും. ആ ലിങ്ക് എപ്പോഴൊക്കെ ആക്റ്റീവ് ആണോ അതുവരെ അതിൻ്റെ അകത്തേക്ക് എൻട്രി ഉണ്ട്. അത് ആക്റ്റീവ് അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 2 മാസത്തിനുള്ളിൽ എന്തായാലും അടുത്തൊരു പ്രോഗ്രാം ഉണ്ടാകും. അപ്പോൾ വരാൻ പറ്റാത്തവർ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. പറ്റുന്നവർ ഇപ്പൊ തന്നെ ലിങ്ക് ചാറ്റിലേക്ക് ഇട്ടു. എനിക്ക് തോന്നുന്നില്ല ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഒരു Q&A സെഷനിലേക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ആ സംശയത്തിനുള്ള ഉത്തരം ശ്രീലിലോ കിങ്സ് ക്ലബിലെ സീനിയേഴ്സ് ആയിട്ടുള്ളവരോ ഞാനോ വോയിസ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന്റെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ പണം കണ്ടെത്താൻ ഒരു ബിസിനസ്സുകാരന് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇതിന്റെ ഒരു 10 ഇരട്ടി ഈ ക്ലാസ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തിരിച്ചെത്തും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്ന് വരെ ഞാൻ എവിടെ സെഷൻ എടുത്തിട്ടുണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വിത്തിൻ 24 hours അതിന്റെ 10 times തിരിച്ചു കൊടുക്കാനുള്ള സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഞാൻ പഠിപ്പിക്കുന്നത് തിയറി അല്ല, 100% പ്രാക്ടിക്കലാണ്. കൊണ്ടുപോയി നേരിട്ടങ്ങ് നടപ്പാക്കിയാൽ മാത്രം മതി. ഇനി അതിൻ്റെ അകത്ത് കൂടുതൽ പണിയെടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ക്ലാരിറ്റി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും അതിന്റെ തുടക്കം മുതൽ ഇത്ര സമയം എല്ലാവരും വളരെ അറ്റൻറ്റീവ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ സംശയങ്ങളൊക്കെ ആവശ്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇപ്പൊ ഈ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ പറയാം. ഇനി ഞാൻ നോർമൽ ആകാം. നിങ്ങളിപ്പോ കണ്ടത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെ അവിടേക്ക് എത്തിക്കണം, ആ എത്തിയ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്ത് എങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ കണ്ടത്. എങ്ങനെ പ്രൈസ് പറയണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 1-2 തവണ ഇത് എന്തായാലും യൂട്യൂബിലേക്ക് ഇതിന്റെ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളത് 2-3 തവണ കാണുക. ആ പ്രൈസ് പ്രസന്റ് ചെയ്ത രീതികൾ നിങ്ങൾ കാണുക. അത് പറഞ്ഞ രീതി എന്തൊക്കെയാണ്. ഇതൊന്നും ഞാനല്ല പറഞ്ഞത്, എന്റെ ബോഡി ഓട്ടോമാറ്റിക്കലി, ഞാൻ സെയിൽസുകാരനായി മാറിയതാണ്. അപ്പൊ ബോഡി ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്തതാണ്. അതിൽ ചില ക്ലോസിംഗ് വേർഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചില അട്രാക്റ്റിംഗ് വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചില സ്ട്രാറ്റജീസ് ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്റെ കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞപ്പോ, വെബിനാർ കഴിഞ്ഞപ്പോ ഡോക്ടർ അലക്സ് കിങ്സ് ക്ലബിലുള്ള പാലക്കാട് നിന്ന് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, സാറേ ഇന്നത്തെ വെബിനാർ കണ്ടപ്പോ ഒന്നുകൂടെ പേയ്മെന്റ് ഇട്ടാൽ എന്താന്ന് എനിക്ക് തോന്നി. ഓൾറെഡി നമ്മുടെ 1 year പ്രോഗ്രാമിലുള്ള ആളാണ്. ഒരു വട്ടം കൂടെ പേയ്മെന്റ് ഇട്ടാൽ എന്താന്ന് എനിക്ക് തോന്നിപ്പോയി. അതാണ്, ആ രീതിയിലായിരിക്കണം നമ്മുടെ സെയിൽസ് പിച്ച്. അപ്പം ഇന്ന് ഞാൻ നടത്തിയത് ഒരു വെബിനാർ അല്ല, ഒരു സെയിൽസ് പ്രസന്റേഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളതിന്റെ ഒരു റോൾ പ്ലേ അല്ലെങ്കിൽ ഒരു ഡെമോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ ഇതിലാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പേയ്മെന്റ് അടയ്ക്കുക. ബാക്കി നമുക്ക് 25-ാം തീയതി, ഞാൻ 23-ാം തീയതി കോഴിക്കോടെത്തും. 25-ാം തീയതി നമുക്ക് താജിൽ കാണാം. മാർച്ച് 4-ാം തീയതി UAE-കാരോട് ദുബൈ കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.